ഇവിടെയൊക്കെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് വളരെ വ്യക്തവും സ്പഷ്ടവുമാണ്. ഒരിക്കലും ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലെ തൊഴിലാളിയല്ല. ഒരു ഭർത്താവിന് ഭാര്യയോട് നിർബന്ധിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം നീ ചെയ്യണം, അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറയാനുള്ള ഒരു ശതമാനം സ്വാതന്ത്ര്യം പോലും വിശുദ്ധ ഇസ്ലാമിൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതേസമയം ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ, അവൻ്റെ വസ്ത്രം വൃത്തിയാക്കി കൊടുക്കൽ, വീട്ടിലെ ജോലി ചെയ്യൽ, ഇതൊക്കെ സ്വമേധയാ അവളുടെ ആ ആത്മാർത്ഥത കൊണ്ട് ചെയ്താൽ അതിന് വലിയ പുണ്യം നൽകപ്പെടുമെന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം നിർബന്ധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ മറ്റുള്ള രീതിയിലോ ചെയ്യിപ്പിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഭർത്താവിന് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം കൊടുത്തിട്ടില്ല എന്നത് ഈ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധേയമാണ്. പലരും പറയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ അടുക്കള യന്ത്രങ്ങളാക്കുന്ന മതമാണ്. ഒരിക്കലും അങ്ങനെയില്ല. അത് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത സ്വാതന്ത്ര്യം പോലെ ഇവിടെ ഏത് മതമാണ് കൊടുത്തിട്ടുള്ളത്? നമുക്കറിയാം 6-ാം നൂറ്റാണ്ടിൻ്റെ സാഹചര്യങ്ങൾ. ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ജീവനോടെ കുടിച്ചു മൂടുന്ന സാഹചര്യത്തിൽ നിന്ന് സ്ത്രീകളെ കരകയറ്റിയത്. സ്ത്രീകൾ അവരും മനുഷ്യത്വമുള്ളവരാണ്, അവരും മനുഷ്യരാണ്, പരിഗണിക്കപ്പെടേണ്ടവരാണ്, സ്വാതന്ത്ര്യം നൽകപ്പെടേണ്ടവരാണ് എന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. മുത്തലാഖിൻ്റെ പേരും പറഞ്ഞ് ഇസ്ലാമിനെ വിമർശിക്കുന്നവരുണ്ട്. മുത്തലാഖ് എന്താണെന്നറിയാത്തത് കൊണ്ടാണ്. 3 ത്വലാഖ് ഇസ്ലാം സംവിധാനിച്ചത് ത്വലാഖ് ചൊല്ലണം എന്നതുകൊണ്ടല്ല, ഡൈവോഴ്സ് ചെയ്തുകൊണ്ട് ഒഴിവാക്കണം എന്ന സിസ്റ്റം ഇവിടെ കൊണ്ടുവരാനല്ല. 3 വെച്ചത് ഒരു ഭാര്യയും ഭർത്താവും ഒരു നിലക്കും യോജിച്ചു പോകുന്ന ഒരു സാഹചര്യം അവരുടെ ജീവിതത്തിലില്ല. പടിപടിയായി ഇസ്ലാം പറയുന്നുണ്ട്. അവർ തമ്മിൽ തർക്കമാണ്, അവരുടെ അഭിപ്രായങ്ങൾ 2 ധ്രുവത്തിലാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ യോജിച്ചു പോകാനുള്ള സംവിധാനങ്ങൾ പടിപടിയായി ഇസ്ലാം പറയുന്നുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് അവസാനത്തെ സ്റ്റേജിൽ ഡൈവോഴ്സിൻ്റെ സ്റ്റേജ് വന്നാൽ തന്നെ നീ ഒരു ത്വലാഖിയെ ചൊല്ലാവൂ, 3 പോകരുത്. 1 ചൊല്ലിയാൽ അവൾക്കുള്ള ഇദ്ദയുടെ സമയം കഴിയുന്നതിൻ്റെ മുമ്പ് അവളെ മടക്കിയെടുക്കാൻ നിനക്ക് സാഹചര്യമുണ്ട്. ഇനി അതും കഴിഞ്ഞാൽ രണ്ടാമത്തെ 1 നിനക്ക് ചൊല്ലാം. മടക്കിയെടുത്തിട്ട് വീണ്ടും യോജിച്ചു പോകുന്നില്ലെങ്കിൽ 2ാമത്തെ ത്വലാഖ് ചൊല്ലാം. എന്നിട്ടും പരമാവധി നീ മുന്നോട്ട് പോകാനുള്ള സംവിധാനമാണ് ചിന്തിക്കേണ്ടത്. ഒരു നിലക്കും സാധിക്കുന്നില്ലെങ്കിലേ 3 പോകാവൂ. അല്ലാതെ ആദ്യഘട്ടത്തിൽ തന്നെ 3 ചൊല്ലി അവളുമായുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നല്ല 3 ത്വലാഖിലൂടെ ഇസ്ലാം വെക്കുന്നത്. 3 വെച്ചത് തന്നെ പടിപടിയായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു നിലക്കും യോജിക്കാത്ത കണ്ടീഷൻ വരുമ്പോൾ മാത്രമേ ആ രീതിയിലേക്ക് പോകാവൂ.